ഇത്രയും അടിപടി ഇതെങ്ങോട്ടാണെന്നല്ലേ, ഒരു സിനിമ കാണാൻ പോകുന്നതിന് ആഘോഷം കേട്ടോ. സിനിമ ഏതാണെന്നുള്ളത് സസ്പെൻസ്, അവസാനം വരെ വീഡിയോ കാണണം കേട്ടോ, അതിൽ പറയാം സിനിമ ഏതാണെന്നുള്ളത്. എപ്പോഴും സിനിമയ്ക്ക് ബുക്ക് ചെയ്യുമ്പോൾ ഒന്നീ ലുലു മാള് അല്ലെങ്കിൽ ഒബ്രോൺ മാള്, ഇവിടെയൊക്കെ ആയിരിക്കും സിനിമയ്ക്ക് ബുക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഈ വട്ടം ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു, ഫോറം മാളിലേക്കാണ് പിടിച്ചത്. പക്ഷേ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പ് ഒരു ചെറിയ ലഘുഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് കരുതി. അങ്ങനെ മിന്നു അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് അടിപൊളി കാഴ്ചകൾ കണ്ടു കേട്ടോ. സാധാരണ സിനിമ തിയേറ്ററിൽ ഇങ്ങനെ മ്യൂസിയത്തിൽ വെക്കുന്നതുള്ള സാധനങ്ങളൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ സിനിമയ്ക്ക് പോയാൽ നമുക്ക് പോപ്കോൺ മുഖ്യമാണല്ലോ, പോപ്കോൺ ഇല്ലാതെ എന്ത് സിനിമ. അപ്പോൾ ഒരു പോപ്കോണൊക്കെ വാങ്ങി, മിന്നുവിനെ 3 മണിക്കൂർ പിടിച്ചിരുത്തണമെങ്കിൽ പോപ്കോൺ ഇല്ലാതെ നടക്കത്തില്ല. ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു. മിന്നു ആണെങ്കിൽ മിന്നുവിൻ്റെ ബാഗിനുള്ള സീറ്റ് റെഡിയാക്കുവാണ്. അപ്പോൾ മിന്നുവിനിപ്പോൾ എവിടെ പോയാലും മിന്നുവിൻ്റെ ഈ ബാഗ് മസ്റ്റാണ്. അപ്പോൾ മിന്നു ആദ്യം ബാഗിനെ സെറ്റാക്കി, അത് കഴിഞ്ഞിട്ട് നല്ല പോപ്കോണും ഒക്കെ ആയിട്ട് മിന്നു സിനിമ കാണാനിരിക്കുവാണേ. ഇനി ഞങ്ങൾ കണ്ട പടം ഇതാണ്. പടം സൂക്ഷ്മദർശിനി. നസ്രിയയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ പടം. നല്ല അടിപൊളി പടമാണ്, സൂപ്പറാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു സൂക്ഷ്മദർശിനി. പടമൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് 2 ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി. അങ്ങനെ മിന്നുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു പിസ്സ വാങ്ങി. ഇനി പിസ്സ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള ഡിസ്കഷനാണ് അവിടെ നടക്കുന്നത്. അവസാനം പിസ്സയെ 4 ആയിട്ട് വലിച്ച് കീറി എങ്ങനെയൊക്കെയോ ഞങ്ങളകത്താക്കി. അങ്ങനെ നല്ലൊരു സായാഹ്നത്തിന് ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ടാറ്റ ബൈ ബൈ, സീ യു.